ജനവിധി അറിയാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ വിജയപ്രതീക്ഷയിൽ തവനൂരിലെ UDF കേന്ദ്രം. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റും തവനൂർ തെരഞ്ഞെടുപ്പ് പ്രവർത്തികൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത CP ബാവഹാജിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്. എല്ലാം അങ്ങനെയാണല്ലോ, കാത്തിരിക്കുമ്പോ എന്താ വേം വരാത്തത് എല്ലാം ഒരു ആഗ്രഹിച്ചിരിക്കുന്നത്, എല്ലാം കിട്ടുന്നത് വരെ ഭയങ്കര പ്രശ്നമാണല്ലോ. ഇത് കിട്ടണല്ലോ, അതിനുള്ള ഒരു കാത്തിരിപ്പിലാണ്. 101%. അത് ഇപ്പോ കൃത്യമായിട്ട് പറയാൻ പറ്റൂല. ഞങ്ങൾ ജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് നല്ല ഭൂരിപക്ഷത്തിന് തന്നെ ജയിക്കും. ഞങ്ങള് ഒരു കാൽക്കുലേഷനൊക്കെ തന്നെയാണ്. ആ കാൽക്കുലേഷനൊക്കെ ശരിയാണ്. ഒന്നാമത്തത് ഈ 7 പഞ്ചായത്തും ഭരിക്കുന്നത് UDF അല്ലേ. 7 പഞ്ചായത്തും ഭരിക്കുന്നത് UDF ആണ്. പിന്നെ പിണറായിയുടെ 10 കൊല്ലത്തെ ഭരണം നല്ല ഭരണമായിരുന്നു. അപ്പൊ അതിന്റെ ഒക്കെ ഫലമായിട്ട് നല്ല പ്രതികരണല്ലേ അവരെടുത്ത് തന്നെ കിട്ടണത്. പിന്നെ അതുകൊണ്ട് ഞങ്ങൾക്ക് LDFന്റെ വോട്ട് തന്നെ കിട്ടിയിട്ടുണ്ടോ. എങ്ങനെ അതിപ്പോ പറയുന്നോണ്ടൊരു കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ പിന്നെ ഇവരൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 1-2-3 പഞ്ചായത്തുകൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ലീഡിനനുസരിച്ച് 4000ന്റെ മേലെ കിട്ടിയാൽ മംഗലം പഞ്ചായത്ത് കൊണ്ടുപോകും. അവിടെ ലീഡ് വാങ്ങിയാൽ 2000ന്റെ മേലെ വാങ്ങിയാൽ തവനൂരിൽ കൊണ്ടുപോകും. 2000ന്റെ മേലെ വാങ്ങിയാൽ വട്ടക്കുളത്ത് കൊണ്ടുപോകും. എടപ്പാള് തീരെ ലീഡ് ഇല്ലാതെ ഡ്രോ ആക്കിയാൽ അവിടുന്ന് കൊണ്ടുപോകും. അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. തവനൂർ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളും ഇത്തവണ UDFന്റെ കൈകളിലാണെന്നും സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം തവനൂരിലും ഉണ്ടാകുമെന്നും ബാവഹാജി പറയുന്നു. തവനൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി VS ജോയിയുമായി വോട്ടെണ്ണുന്നതിന് മുമ്പുള്ള പ്രവൃത്തികൾ വിലയിരുത്തുന്നതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂസ് 99 തവനൂർ.